അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുഞ്ഞഹമ്മദിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. കുഞ്ഞഹമ്മദ് വായ തുറന്ന പച്ച നുണേ പറയുള്ളൂ, തെറിയോ പറയുള്ളൂ. അങ്ങനെ തന്നെയാണ് ഓൻ്റെ ജീവിതം ഉള്ളത്. എന്നാലും ഇപ്പോൾ ഓന് കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിൻ്റെ വഫാത്തിനെ സംബന്ധിച്ച് പറയുകയാണ്. വല്ലാത്ത ഖേദകരമായ വിഷയമാണ് ഈ ചങ്ങായി പറയുന്നത്. അത് വളരെയധികം ഖേദകരം. പറയാനുള്ള കാരണം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദ് വലിയ ഒരു പണ്ഡിതനാണ്. പണ്ഡിതൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളെ മുഴുവനും വലിയ പണ്ഡിതനാക്കി അദ്ദേഹം. വലിയ ബാക്കവിമാരാണ് മക്കൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമക്കളും വലിയ പണ്ഡിതന്മാരാണ്. ബാക്കവിമാരുണ്ട്, ഫൈസിമാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരമക്കൾ മുഴുവനും പണ്ഡിതന്മാരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ അന്ന് കാലഘട്ടത്തിലുള്ള ജീവിതങ്ങൾ, ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനുജൻ കാണൂല, അനുജൻ്റെ ഭാര്യയെ ജ്യേഷ്ഠൻ കാണൂല. അത് ഇസ്ലാമിൻ്റെ ചിട്ടായിയുടെ ആ നിയമത്തിൽ മാത്രം നിന്ന് പോകുന്ന ഒരു കുടുംബമാണ് അബ്ദുള്ള ഉസ്താദിൻ്റെ കുടുംബം. ആ അബ്ദുള്ള ഉസ്താദ് വലിയ മഹാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. അങ്ങനത്തെ ഒരു പണ്ഡിതനായിരുന്നു അബ്ദുള്ള ഉസ്താദ്. അബ്ദുള്ള ഉസ്താദിൻ്റെ ജനാസ നമസ്കാരത്തിനൊക്കെ ഞാനൊക്കെ എൻ്റെ ഉസ്താദിൻ്റെ ഒപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് എല്ലാവരും പാടെ ദർസിൽ നിന്ന് പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയി ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തത്. അങ്ങനത്തെ വലിയൊരു പണ്ഡിതൻ. ആ പണ്ഡിതനെ സംബന്ധിച്ചാണ് ഈ വൃത്തികെട്ട കുഞ്ഞഹമ്മദ് വൃത്തികെട്ട നാവുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമുണ്ടൊന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ, കുഞ്ഞഹമ്മദ് പറയുന്നത്. എന്നിട്ടിങ്ങനെ പറയാ പോരടോ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിക്കാൻ പറ്റാതെ കിടന്ന് ഇടങ്ങറാകുന്ന രംഗം നേർക്കുനേരെ കണ്ട ആളുകൾ ഞങ്ങളോട് വന്നിട്ട് നേർസാക്ഷ്യം പറഞ്ഞതാ. ഈ രംഗം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന്. ഈ ഒരു അഹ്സനിയാണെങ്കിൽ അതുപോലത്തെ ഒരു അഹ്സനി ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാ. കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നല്ല നിലക്ക് മരിക്കാൻ പറ്റാതെ എടങ്ങാറായിട്ടാണ് മരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു അഹ്സനി പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്? ഈ കുഞ്ഞഹമ്മദ് പറയുന്നത്. എന്നാൽ അങ്ങനെ പുറത്തുള്ള ഒരാളും ഉസ്താദ് അവറുകളുടെ അബ്ദുള്ള ഉസ്താദിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്ന് സ്വന്തം മകൻ തന്നെ പറയുന്നു. സ്വന്തം മകനാണ് പറയുന്നത്. എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാളുണ്ടായിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ മക്കളായ ബാക്കവിമാരായ ഞങ്ങളും അതുപോലെ തന്നെ മരുമക്കളായ ഉസ്താദുമാരും അതുപോലെ തന്നെ പേരക്കുട്ടികളായ മുതഅല്ലിമീങ്ങളുമാണ് മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് ഒരാളും ഉണ്ടായിട്ടില്ല എന്ന് സ്വന്തം മകൻ വിശദീകരിക്കുമ്പോൾ കുഞ്ഞഹമ്മദ് പറയാണ്, മരിക്കുന്ന സമയത്ത് ഒരു അഹ്സനി അടുത്തുണ്ടായിരുന്നു, ആ അഹ്സനി നേർക്ക് നേരെ കണ്ടു പറഞ്ഞു എന്നുള്ളത്. എത്ര കളവാണ് റബ്ബേ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞു കൂട്ടുന്നത് കുഞ്ഞഹമ്മദ്. ഇനി സ്വന്തം അബ്ദുള്ള ഉസ്താദിൻ്റെ മകൻ തന്നെ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രോഗം ശക്തി പ്രാപിച്ചത് ദുൽഹിജ്ജ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ്. അതൊക്കെ സ്മരണികൾ എഴുതിയിട്ടുണ്ട്. സ്മരണിക ഒന്നും നില ഇറങ്ങിയതൊന്നല്ല, 25 കൊല്ലമായി ആ സ്മരണികൾ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ ബുധനാഴ്ചയാണ്, ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. സാലിഹീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാമത് അവർക്ക് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അവസാനത്തെ ബുധനാഴ്ചയാണ്. കുന്നംകുളത്ത് ഒരു ആസ്പത്രിയിലായിരുന്നു. അവിടെ നിന്ന് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച പറഞ്ഞു കുറ്റിപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പോകാൻ പറ്റിയ അവസരമല്ല, പോയി എല്ലാവരെയും കണ്ടു. വെള്ളിയാഴ്ച പോയി എല്ലാവരെയും കണ്ട്. വെള്ളിയാഴ്ച അമ്മനെയും ഒരു പങ്ങളെ ഉള്ളത്, ആ പങ്ങളി എല്ലാവരെയും കണ്ട് എല്ലാവരും
പനിയും കണ്ട് അങ്ങനെ ശനിയാഴ്ച വീണ്ടും വളാഞ്ചേരി ആശുപത്രിയിലേക്ക് പോയതാ. അങ്ങനെ വളാഞ്ചേരി ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ICUയിൽ കിടന്നിട്ടില്ല, വെന്റിലേറ്റർ ഉണ്ടായിട്ടില്ല, വഫാത്തിന്റെ സമയം വരെ ബോധം പോയിട്ടില്ല. എല്ലാം നല്ല പോലെയുണ്ട്. മഹാനായ AP ഉസ്താദ് കാണാൻ വന്നു, അസ്ഹരി തങ്ങൾ കാണാൻ വന്നു, കോയക്കുട്ടി മുസ്ലിയാർ കാണാൻ വന്നു, തൊഴിയൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സമസ്തന്റെ മുഷാവറ മെമ്പർ അവർ കാണാൻ വന്നു. ഇങ്ങനെ ആളുകളൊക്കെ കാണാൻ വന്ന്, പേരൂടത്ത് റഹ്മാൻ സഖാഫി വന്നു, എല്ലാവരും കാണാൻ വന്ന് അവസാനം വഫാത്തിന്റെ തൊട്ടു മുമ്പ് കാണാൻ വന്നത് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അത് വല്ലാത്ത ബന്ധം അവർ തമ്മിലുണ്ട്, അത് പറയാൻ സമയമില്ലാതെയായിപ്പോയി. അവരാണ് അവസാനമായി കണ്ടത്, വാപ്പാൻ അവസാനമായി കണ്ടത് സയ്യിദാണ്, അവസാനമായി കണ്ടത് അങ്ങനെയാണ്. ബുധനാഴ്ച ഈ ഉള്ളവൻ ബുർദ ചൊല്ലി കൊടുക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ എന്റെ നാവിൽ നിന്ന് മിൻഹു എന്ന് പറയേണ്ടടുത്ത് അൻഹു വന്നപ്പോ എന്റെ മുഖത്തേക്ക് നോക്കി തിരുത്തി തന്നു. അത് തിരുത്തി തന്നു. അതങ്ങ് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ കണ്ണുനീരിങ്ങനെ വരികയാണ്. അതിന്റെ അർത്ഥം അതൊക്കെ അർത്ഥം അതിങ്ങനെ വന്നപ്പോ കണ്ണുനീര് വരികയാണ്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ വ്യാഴാഴ്ച രാത്രി എല്ലാ ആളുകളും അവിടെയുണ്ട്. ബുധനാഴ്ച വീട്ടിൽ നിന്ന് ഉമ്മയും മറ്റൊക്കെ വന്നപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദുഹാ സമയത്താണ് വഫാത്താകുന്നത്. ബുധനാഴ്ച ഉമ്മയൊക്കെ വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട, ഇവിടെ ആണുങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, വീട്ടിലിരുന്ന് ഓതിക്കോളിങ്ങളൊക്കെ കേട്ടോ, വീട്ടിലിരുന്ന് ഓതിക്കോളി എന്ന് പറഞ്ഞു. അതിലൊക്കെ സിറുകൾ ഉണ്ടായിരുന്നു. ബുധനാഴ്ച കമ്മിറ്റിക്കാർ വന്നു, അവരോടൊക്കെ പറഞ്ഞു, മഹല്ലത്തിൽ ഐക്യം വേണട്ടോ, ഭിന്നിപ്പുണ്ടാക്കരുത്, മഹല്ലത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം അവരോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞിട്ട് യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായി, ശ്വാസതടസ്സമുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ ശ്വാസതടസ്സം വരുന്നുണ്ട്, എന്നാലും ശാന്തമായി ഞാൻ സുബഹി നിസ്കരിക്കാൻ ഫുൾ ടൈം ഞാൻ അവിടെയുണ്ട്. സുബഹി നിസ്കരിക്കാൻ വേണ്ടി അടുത്ത റൂമിൽ പോയി സുബഹി നിസ്കരിച്ച് വന്നപ്പോൾ ഞാൻ വാപ്പാനോട് ചോദിച്ചു, വാപ്പാക്ക് മടി കിടക്കണോ? എൻ്റെ മടിയിൽ കിടന്നു. എൻ്റെ കയ്യിൽ അറാക്ക് കരുതിയിരുന്നു. ഞാൻ ആ അറാക്കെടുത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചുറ്റുഭാഗത്തും ബാപ്പാന്റെ 4 മക്കൾ, ബാക്കവിമാരായ 4 മക്കൾ, ബാപ്പാന്റെ 3 മരുമക്കൾ, 2 പേര് ബാക്കവിയും 1 ഫൈലിയുമാണ്. ബാപ്പാന്റെ പേരക്കുട്ടികൾ എല്ലാം ആലിമീങ്ങളാണ്. അവർ മാത്രമാണ് അവിടെയുള്ളത്. അവർ മാത്രമാണ് ആ സുബഹിന്റെ നേരത്തെ പിന്നാരുണ്ടാവുക. അവർ മാത്രമാണ് അവിടെയുള്ളത്. കേട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുള്ള ഉസ്താദ് മരിക്കുന്ന സമയത്ത് അബ്ദുള്ള ഉസ്താദിൻ്റെ മക്കളായ ബാക്കവിമാരും മരുമക്കളായ ബാക്കവിമാരും ഫൈലിമാരും പേരമക്കളായ മുതഅല്ലിമീങ്ങളും മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത് എന്ന് മകനിതാ പറയുന്നു. എന്നിട്ട് കുഞ്ഞാമത് പറയാം, ആ സമയത്ത് ഉണ്ടായിരുന്ന അഹ്സനി നേരിട്ട് ഞങ്ങളോട് പറഞ്ഞു. എത്ര കളവാണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കുരുവട്ടൂരികളോടൊപ്പം ആരും കൂടണ്ട. എല്ലാ അലിമീങ്ങളെയും, മരണപ്പെട്ടു പോയ അലിമീങ്ങളെ വരെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്ര വലിയ ദുഷ്ടന്മാർ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. അതിൽപ്പെട്ടവരാണ് കുരുവട്ടൂരികൾ. അതിൻ്റെ ഒരു നേതാവാണ് നമ്മുടെ കോമാട്ടുചാലിൽ അബ്ദുള്ള. അതിൻ്റെ മുരീദന്മാരാണ് നൗഷാദ്, പമ്പേഴ്സ്, കുഞ്ഞേമതി. ഇങ്ങനെ ഇവരോടൊപ്പം പിന്തുടരുമ്പോൾ നല്ലോണം സൂക്ഷിച്ചോ. സമയത്ത് യാസീനും സൂറത്തുൽ റഅദ് മോദി ഈ ഉള്ളവൻ മാറിൽ കിടന്നിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്ത്, അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ റൂഹ് പോകുന്നത് ഞങ്ങളൊക്കെ കാണുമ്പോൾ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഇന്നും ഹയാത്തുണ്ട്, അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊരു മനോഹരമായ രംഗം. ആഴ്ചയോളമായി കുളിച്ചിട്ടില്ല, ഒരു ചെറിയ വേണ്ടാത്ത വാസന പോലുമില്ല. ആഴ്ചയോളം കുളിച്ചിട്ടില്ല, രക്തം വരുന്നുണ്ട്, എന്നിട്ട് പോലും ചീത്ത വാസനയുണ്ടായില്ല. അത്ഭുതപ്പെട്ടു പോയ ഡോക്ടർമാർ അവരിന്നും ഹയാത്തിലുണ്ട്. അവരതിൽ എഴുതി, അവർ സ്മരണികയിൽ എഴുതി. കേട്ടില്ലേ? ഇതാണ് കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിൻ്റെ അവസ്ഥകൾ മകൻ ഉസ്താദ് അവരുകൾ വിശദീകരിച്ചത്. എന്നാൽ നൗഷാദ്, കുരുവട്ടൂരി നൗഷാദ് കുഞ്ഞാമതിനോട് പറയുന്നൊരു വാക്കുണ്ട്.
കുഞ്ഞാമ ഇങ്ങനെ കേട്ട വിഷയം വളമ്പിയപ്പോൾ, പലയിടത്തുനിന്നും കേട്ട വിഷയം കുഞ്ഞാമത് പറഞ്ഞപ്പോൾ കുഞ്ഞാമീനോട് നൗഷാദ് പറയാണ്, എന്തെങ്കിലും കേട്ടതൊന്നും പറയരുത്, എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടത് പറയരുത്. അങ്ങനെ പറയുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തു എന്നും അങ്ങനത്തെ ഹംക്ക് ആരാണ് എന്നും നൗഷാദ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നൗഷാദ് ഒന്ന് പറയട്ടെ ആ വിഷയം കുഞ്ഞാമീനെ സംബന്ധിച്ച്. അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ച് ചീത്തയായ കാര്യം പറയുമ്പോ, ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മോശമായ സംഗതി പറയുമ്പോ 1000 വട്ടം ചിന്തിക്കണം. അവിടെ നമ്മൾ എന്തോ കേട്ടതോ അറിഞ്ഞതോ വിളിച്ചു പറയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാള് കേട്ടതൊക്കെ പറയാ, ഇത് തന്നെ മതി അയാള് വലിയ കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ. കേട്ടില്ലേ? കുഞ്ഞാമീനെ സംബന്ധിച്ച് പറയാണ്, കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ ഏറ്റവും വലിയ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ അത് മതി. നൗഷാദിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ, വേറെ വിഷയം. നൗഷാദിൻ്റെ അവസ്ഥ തന്നെയാണ്. പക്ഷെ പറഞ്ഞപ്പോൾ ഡയലോഗിൽ പറഞ്ഞാണെങ്കിലും പക്ഷെ ഓൻ്റെ ഈ വാക്ക്